ഇന്നത്തെ കാലത്ത് CCTV ഒരു ലക്ഷറി അല്ല, വളരെ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമായി മാറുന്നു. ഒരു സാധാരണക്കാരനും പുതിയൊരു വീടെടുക്കുമ്പോൾ വീട്ടിൽ ഒരു CCTV ക്യാമറ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങളൊരു പുതിയ വീടെടുക്കുന്നവരാണെങ്കിൽ അതിൽ നിങ്ങൾ CCTV വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭാവിയിലെങ്കിലും നിങ്ങളൊരു CCTV വെക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ CCTV വാങ്ങാൻ ആഗ്രഹിക്കുന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഈ വീഡിയോയിൽ മെയിൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എന്താണ് CCTV ക്യാമറകൾ, ഏതൊക്കെ ക്യാമറകളാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്, അതിൽ ഈ HD ക്യാമറയാണോ നല്ലത്, IP ക്യാമറയാണോ നല്ലത്, അതേപോലെ തന്നെ NVR എന്താണ്, DVR എന്താണ്, CCTV വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. പ്രധാനമായും നിങ്ങൾക്ക് CCTVയിലെ പാർട്സുകൾ എന്തൊക്കെ, എങ്ങനെയാണ് ഒരു നല്ല CCTV തിരഞ്ഞെടുക്കേണ്ടത് എന്നിവയെക്കുറിച്ചായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്. പുതിയ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നവർക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ്സോ ഡിസൈൻസോ ആവശ്യമുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മടിക്കേണ്ട. ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് കിടക്കാം. ഹായ്, ഞാൻ അമൃത് ശിശിർ, ഇലക്ട്രിക്കൽ കൺസൾട്ടന്റ്. വെൽക്കം to our channel Shishiram Engineering Service. വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന CCTV വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. ആദ്യം തന്നെ ഞാനൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ CCTV എന്ന് പറയുന്നത് ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ എന്നാണ്. അതായത് ആദ്യകാലത്ത് ഈ സെക്യൂരിറ്റി ക്യാമറകൾ മാർക്കറ്റിൽ വന്നപ്പോൾ അത് ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ കണക്ട് ചെയ്ത ക്യാമറ ഒരു ടെലിവിഷനിലൂടെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ സിസ്റ്റത്തെ CCTV അല്ലെങ്കിൽ ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ടെലിവിഷനിലെ ഡാറ്റ പുറത്തു നിന്ന് വരുന്നതല്ല, ഒരു ക്ലോസ്ഡ് ആയ സർക്യൂട്ടിൽ മാത്രമുള്ളതാണ്. ഇന്നത്തെ കാലത്തെ സെക്യൂരിറ്റി ക്യാമറ യഥാർത്ഥത്തിൽ CCTV ക്യാമറ അല്ലെങ്കിലും നമ്മളെല്ലാവരും സെക്യൂരിറ്റി ക്യാമറയെ പൊതുവെ വിളിക്കുന്നതാണ് CCTV ക്യാമറ എന്ന്. അതുകൊണ്ട് ഞാനും ഈ വീഡിയോയിൽ മൊത്തമായി CCTV ക്യാമറ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ടെക്നിക്കലായിട്ട് അറിയാവുന്നവർ പെട്ടെന്ന് പറയും, ഇയാൾ എന്താണ് സെക്യൂരിറ്റി ക്യാമറ CCTV എന്ന് പറയുന്നത്. അത് വെച്ച് നമുക്ക് ആരംഭിക്കാം. ആദ്യം തന്നെ മാർക്കറ്റിൽ എന്തൊക്കെ ടൈപ്പ് ക്യാമറയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ജസ്റ്റ് റഫ് ആയിട്ട് നോക്കാം. ഇവിടെ എന്തൊക്കെ ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഷേപ്പും അതിന്റെ ഫിക്സിംഗ് പ്രോപ്പർട്ടിയും അനുസരിച്ചിട്ടാണ് ഇതിന്റെ ഡിഫറൻഷിയേഷൻ ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ ഡോം CCTV ക്യാമറ നമ്മുടെ സീലിംഗിലേക്ക് അടുപ്പിക്കുന്ന ടൈപ്പ് ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രധാനമായും ഇൻഡോർ യൂസുകളിലാണ് ഡോം ക്യാമറകൾ യൂസ് ചെയ്യുന്നത്. എക്സ്റ്റീരിയർ ആയിട്ട് വെക്കാൻ പറ്റുന്നില്ല എന്നല്ല, സീലിംഗിൽ ഘടിപ്പിക്കുന്നതുകൊണ്ട് തന്നെ മാക്സിമം ഇൻഡോർ യൂസ് ആണ്. നമ്മൾ സിറ്റ് ഔട്ടിലും മറ്റ് പാസേജിലേക്ക് ഡോം ക്യാമറ വെക്കുന്നുണ്ട്. അതുകൂടാതെ നെക്സ്റ്റ് വരുന്നതാണ് ബുള്ളറ്റ് ക്യാമറ. ഓക്കെ, ബുള്ളറ്റ് ക്യാമറ നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ അതിന്റെ ബാക്ക് സൈഡിലാണ് മൗണ്ട് ചെയ്യുന്നത്. അതിന്റെ ഒരു ബുള്ളറ്റ് ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് ബുള്ളറ്റ് ക്യാമറ എന്ന് പറയുന്നത്. പിന്നെ മൗണ്ട് CCTV ക്യാമറ, പ്രധാനമായും മൗണ്ട് ക്യാമറ നമ്മൾ പബ്ലിക് സ്പേസിലും മറ്റുമാണ് കണ്ടുവരുന്നത്. ഇതിന്റെ പ്രത്യേകത ലെൻസ് ഒക്കെ മാറ്റിവെക്കുക, ഇതിന്റെ ഫോക്കസ് ലെങ്ത്തും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. പബ്ലിക് പ്രോപ്പർട്ടികളിൽ വളരെ കൃത്യമായിട്ട് വരുന്ന സ്ഥലത്താണ് നമ്മൾ ഇന്ത്യയിൽ പൊതുവെ ഇത്തരം ക്യാമറകൾ കാണുന്നത്. നമുക്ക് അതിലാണ്ട് വെയർ ഹൗസുകളിലും മറ്റുമൊക്കെ കുറെ ഡിസ്റ്റൻസ് കവർ ചെയ്യേണ്ട സ്ഥലത്തേക്ക് നമുക്ക് ഇത്തരം ക്യാമറകൾ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ PT സെറ്റ് പാൻ ടിൽറ്റ് സൂം ക്യാമറാസ്, അതായത് നമുക്ക് ഈ ക്യാമറയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഇതിനെ സൂം ചെയ്യാൻ പറ്റും, ടിൽറ്റ് ചെയ്യാൻ പറ്റും, അതേപോലെ പാൻ അതായത് കറക്കാൻ പറ്റും, ചെരിക്കാൻ പറ്റും, അതേപോലെ ഇതിന്റെ വ്യൂസ് സൂം ചെയ്യാനും പറ്റും. ഇത്തരം ക്യാമറയാണ് PT സെറ്റ് ക്യാമറാസ് എന്ന് വിളിക്കുന്നത്. പിന്നെ ഉള്ളത് വയർലെസ് ക്യാമറയാണ്. വയർലെസ് ക്യാമറ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഒട്ടും വയറില്ല, അതായത് റീചാർജബിൾ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ടൈപ്പ് ക്യാമറ വിത്ത് അതായത് സിഗ്നലും പവറും അതിൻ്റെ അകത്ത് തന്നെയാണുള്ളത്. പിന്നെ പ്രധാനമായും മാർക്കറ്റിൽ അവൈലബിൾ വയർലെസ് ക്യാമറകൾ അതിന് പവർ കണക്ഷൻ കൊടുക്കേണ്ടി വരും. പക്ഷേങ്കിൽ ഡാറ്റ അതായത് ഓഡിയോ വീഡിയോ സിഗ്നലുകൾ വൈഫൈ വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു ക്യാമറാസ് ആണ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വീട്ടിൽ വൈഫൈ ക്യാമറ ഒരു നല്ല ഓപ്ഷനാണ്. ഫോർ എക്സാമ്പിൾ അവിടെ നമ്മൾ കേബിളിംഗ് ഒന്നും ഇട്ട് വെച്ചിട്ടുണ്ടാവില്ല. വീട്ടിന് പുറത്തുള്ള ഏതെങ്കിലും വാൾ ലാമ്പോ മറ്റോ നിന്ന് പവർ സോഴ്സ് എടുത്തുകൊണ്ട് വയർലെസ് ക്യാമറാസ് വെക്കാൻ എളുപ്പമായി അവിടെ പറ്റുന്നതാണ്. ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാമറ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യമായി ക്യാമറ വാങ്ങാൻ പോകുന്ന ഒരു ആളോട് ഫസ്റ്റ് കടക്കാരൻ ചോദിക്കുന്ന കാര്യം HD ക്യാമറ വേണോ IP ക്യാമറ വേണോ എന്ന്. അപ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ വരും. HD എന്ന് പറയുമ്പോൾ ഹൈ ഡെഫിനിഷൻ, IP എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് HD ഹൈ ഡെഫിനിഷനിൽ തന്നെ ക്യാമറ വാങ്ങാം, HD ക്വാളിറ്റി കിട്ടുമല്ലോ എന്ന് ആലോചിക്കുന്ന ആളുകളാണ് ഭൂരിഭാഗവും. ഞാൻ അങ്ങനെ ഇതാക്കി പറയുന്നതല്ല, പെട്ടെന്ന് ഒരു സാധാരണക്കാരനായിരിക്കും HD ക്യാമറയാണ് നല്ലതെന്ന് ഒറ്റയടിക്ക് തോന്നും. പക്ഷേങ്കിൽ എന്താണ് ഈ തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയി നോക്കാം. ആദ്യം തന്നെ പറയട്ടെ, HD ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനലോഗ് ക്യാമറയെ ഓമനിച്ച് വിളിക്കുന്നതാണ്. അനലോഗ് ക്യാമറയും മറ്റേത് IP അല്ലെങ്കിൽ ഡിജിറ്റൽ ക്യാമറയാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിരുന്നു അനലോഗ് വേണോ ഡിജിറ്റൽ വേണോ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ക്യാമറയാണ് എല്ലാവരും പ്രിഫർ ചെയ്യുക, കാരണം അതാണ് പുതിയ ടെക്നോളജി. അത് തന്നെയാണ് സത്യം. HD ക്യാമറയും IP ക്യാമറയും എന്ന് പറഞ്ഞാൽ HD ക്യാമറ അനലോഗ് ക്യാമറയാണ്, IP ക്യാമറ ഡിജിറ്റൽ ക്യാമറയാണ്. നമുക്ക് ഡിജിറ്റലാണ് പുതിയ ടെക്നോളജി കൊണ്ട് തന്നെ വീഡിയോ ക്വാളിറ്റിയും റെസൊല്യൂഷനും IP ക്യാമറ തന്നെയാണ് ഒരു പടി മുന്നിൽ. പക്ഷേ HD ക്യാമറ നമുക്ക് വീട്ടിലെ
വീട്ടിലെയും കടകളുടെയൊക്കെ ഒരു മോണിറ്ററിങ്ങിന് വേണ്ട വീഡിയോ ക്വാളിറ്റിയൊക്കെ മോശമില്ലാത്ത രീതിയിൽ കിട്ടും. പക്ഷേ എങ്കിൽ IP ക്യാമറയാണ് വീഡിയോ ക്വാളിറ്റിയിൽ എന്തുകൊണ്ടും മുൻപന്തി നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ വ്യത്യാസം വരുന്നത് HD ക്യാമറയും IP ക്യാമറയും തമ്മിലുള്ള ട്രാൻസ്മിഷൻ മീഡിയം. അതായത് നമ്മൾ അനലോഗ് ക്യാമറയിൽ യൂസ് ചെയ്യുന്ന കോയാക്സിയൽ കേബിൾ, പണ്ട് കാലത്ത് നമ്മൾ ആൻറ്റിനയിൽ നിന്ന് TV-യിലേക്ക് എടുത്ത കേബിൾ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് കേബിൾ TV വരുന്ന കോയാക്സിയൽ കേബിളിലൂടെയാണ്. അത്തരം കേബിളുകളിലൂടെയാണ് അനലോഗ് ക്യാമറകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എന്നാൽ IP ക്യാമറയാവട്ടെ ഇത്തർനെറ്റ് കേബിൾ അല്ലെങ്കിൽ Cat6 കേബിൾ വഴിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇതിന് മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IP ക്യാമറകൾ ഇത്തർനെറ്റ് കേബിൾ വഴി തന്നെ പവറും സപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് ഇത് ഇത്തർനെറ്റ് കേബിളിലൂടെ തന്നെയാണ് അതിൻ്റെ പവർ സപ്ലൈയും പോകുന്നത്. നമുക്ക് അനലോഗ് കേബിൾ പവർ സപ്ലൈ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കേബിൾ കണക്ട് ചെയ്യണം, വീഡിയോക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു കേബിൾ കണക്ട് ചെയ്യണം, ഓഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ഓഡിയോക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു കേബിൾ വേണം. അതേപോലെ തന്നെ ഇത് പാൻ ടിൽട്ട് ഒക്കെ ചെയ്യാൻ PTZ ക്യാമറ, അതിന് വേണ്ടി സെപ്പറേറ്റ് കേബിൾ വേണം. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള കേബിളുകളും അനലോഗ് ക്യാമറകൾ കൂടുതൽ വേണം. ഡിസ്റ്റൻസ് ആവട്ടെ അനലോഗ് കേബിൾ കോയാക്സിയൽ കേബിൾ വഴി 300 മീറ്റർ മാക്സിമം ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ IP ക്യാമറ ആവട്ടെ ഇത്തർനെറ്റ് കേബിൾ വഴി 100 മീറ്ററും IP സ്വിച്ച് കൂടി വെച്ച് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ഡിസ്റ്റൻസിൽ നമുക്ക് IP ക്യാമറാസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന പ്രധാനമായിട്ടുള്ള വ്യത്യാസം ഇന്റലിജൻസ് ആൻഡ് മാനേജബിലിറ്റി. അതായത് IP ക്യാമറ ഡിജിറ്റൽ വേർഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് വീഡിയോ നിന്ന് പല ഇൻഫർമേഷനും എടുത്തുകൊണ്ട് നമുക്ക് പല കൺട്രോൾ സിഗ്നൽസ് വിടാം. ഫോർ എക്സാമ്പിൾ വീഡിയോയിൽ മോഷൻ ഡിറ്റക്ട് ചെയ്തുകൊണ്ട് നമുക്ക് റെക്കോർഡിംഗ് ഓൺ ഓഫ് ചെയ്യാനുള്ള പ്രൊവിഷനൊക്കെ IP ക്യാമറയിലുണ്ട്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേബിളിൻ്റെ എണ്ണമൊക്കെ കുറവായതുകൊണ്ട് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ IP ക്യാമറ പറ്റും. പിന്നെ സെക്യൂരിറ്റിയും റിലയബിലിറ്റി ആകുമ്പോൾ രണ്ട് രീതിയിൽ സംസാരിക്കേണ്ടി വരും. അനലോഗ് ക്യാമറ ഫിസിക്കലായിട്ടുള്ള കേബിളിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതുകൊണ്ട് കേബിൾ ഡാമേജ് ചെയ്തുകൊണ്ട് തന്നെ വിഷ്വൽസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എൻക്രിപ്റ്റ് ചെയ്യാതെ ഡാറ്റ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ IP ക്യാമറാസ് നമുക്ക് നല്ലൊരു ഹാക്കർ ഉപയോഗിച്ച് നമുക്ക് ഹാക്ക് ചെയ്യാൻ പറ്റും. അത് രണ്ട് രീതിയിലും പറയാം. ഇപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഫിസിക്കലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണെങ്കിൽ നമുക്ക് കേബിളിൽ നിന്ന് ലീക്ക് ചെയ്ത് ഡാറ്റ എടുത്തുകൊണ്ട് നമുക്ക് ഈ വിഷ്വൽസ് കാണാൻ പറ്റും. പക്ഷേ എങ്കിൽ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലത്താണെങ്കിൽ നമുക്ക് IP ക്യാമറയാണെങ്കിൽ ഹാക്ക് ചെയ്ത് എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ സെക്യൂരിറ്റി ആൻഡ് റിലയബിലിറ്റിയിൽ രണ്ടും ഒരു ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ഭാഗത്താണ് നിൽക്കുന്നത്. കോസ്റ്റ് ആണ് പിന്നെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യുന്ന ഒരു ഫാക്ടർ. അതായത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിലെല്ലാം IP ക്യാമറയാണ്. പുതിയ ടെക്നോളജിയും നല്ല വിഷ്വൽസ് എല്ലാം നല്ലത് IP ക്യാമറയ്ക്കാണ്. എന്തുകൊണ്ടാണ് ഇപ്പോഴും HD ക്യാമറ ഓടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് തന്നെയാണ്. ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് അത്യാവശ്യം വേണ്ട ക്ലാരിറ്റിയും അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സും നമുക്ക് HD ക്യാമറ വെച്ച് കിട്ടും. എന്നാൽ IP ക്യാമറേനെക്കാട്ടും കോസ്റ്റ് കുറവാണ്. അതേപക്ഷം നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി പിക്ചറും നല്ല ഇന്റലിജന്റ് ആയിട്ട് മാനേജ് ചെയ്യേണ്ട സാധനങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കോസ്റ്റ് കൂടുതൽ കൊടുത്തുകൊണ്ട് IP ക്യാമറയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തമ്മിൽ ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും ഏത് വാങ്ങണം ഏത് വാങ്ങണ്ട എന്ന്. നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങളുടെ വീടൊക്കെ പണിയൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ കുറച്ച് ബഡ്ജറ്റ് ടൈറ്റ് ആണ് ഇരിക്കുന്നത്, എന്ത് ചെയ്താലും ക്യാമറ വേണം എന്നുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ HD ക്യാമറയിലേക്ക് പോകും. കാര്യങ്ങളൊക്കെ നടക്കും. നിങ്ങൾക്ക് മൊബൈലിൽ കാണാൻ പറ്റും, മറ്റേ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ നടക്കും, എല്ലാ കാര്യങ്ങളും നടക്കും. പക്ഷേ നിങ്ങൾക്ക് നല്ല ക്രിസ്പ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള വീഡിയോസ് വേണം, ചെറിയ കാശ് വലിയൊരു കാര്യമല്ലാതെ കാണുന്ന ഒരാൾക്കാർക്ക് തീർച്ചയായും IP ക്യാമറാസിലേക്ക് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. നെക്സ്റ്റ് നിങ്ങളൊരു ക്യാമറ വാങ്ങാൻ കൊട്ടേഷന് വേണ്ടി പോകുമ്പോൾ കേൾക്കുന്നത് IP ക്യാമറ HD ക്യാമറ പോലെ തന്നെ NVR ഉം DVR ഉം. ഇതും വലിയ സംഭവങ്ങളായിട്ടൊന്നും കാണണ്ട. നിങ്ങൾ IP ക്യാമറാസ് ആണ് എടുക്കുന്നതെങ്കിൽ NVR ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നെറ്റ്വർക്ക് വീഡിയോ റെക്കോർഡിംഗ് എന്നാണ് NVRന്റെ അർത്ഥം. നിങ്ങൾ HD ക്യാമറയാണ് എടുക്കുന്നതെങ്കിൽ DVR ആണ് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ. നെക്സ്റ്റ് നിങ്ങൾ ആ ക്യാമറയെ കുറിച്ച് അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ ക്യാമറ വരുന്നത് 1 ചാനൽ, 4 ചാനൽ, 8 ചാനൽ, 16 ചാനൽ, 32 ചാനൽ എങ്ങനെയാണ്. അതായത് ഈ ചാനലിൻ്റെ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു DVRന് 8 ചാനൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ DVR മാക്സിമം കണക്ട് ചെയ്യാൻ പറ്റുന്ന 8 ക്യാമറയാണ്. അതേപോലെ തന്നെ ഒരു 4 ചാനൽ DVR അല്ലെങ്കിൽ NVRൽ മാക്സിമം കണക്ട് ചെയ്യാൻ പറ്റുന്ന 4 ക്യാമറകൾ മാത്രമാണ്. ഒരു ഉദാഹരണം വെച്ച് പറയാം. ഞങ്ങളിപ്പോൾ ഇലക്ട്രിക്കൽ ഡിസൈൻസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഭാഗം CCTV ലേഔട്ട് ഡിസൈൻ. അതായത് നമ്മൾ CCTVയുടെ ലേഔട്ട്സും അതിന്റെ ആംഗിൾസും വ്യക്തമായി കാണിക്കും. അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് കോൺഡ്യൂട്ട് പൈപ്പുകൾ ഏതിലൂട്ടേക്ക് ഇടണം, വാളിലൂടെ കൊണ്ടുപോകേണ്ട സ്ഥലത്ത് വാളിലൂടെ, നമുക്ക് സീലിംഗിലൂടെ കൊണ്ടുപോകേണ്ട സ്ഥലത്ത് സീലിംഗിലൂടെ എന്നൊക്കെ വ്യക്തമായിട്ട് മാർക്ക് ചെയ്ത് തരുന്ന ഒരു ലേഔട്ടാണ് CCTV ലേഔട്ട് ഡിസൈൻ. ഇത്തരം ഡിസൈനുകൾ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഒരു നോർമൽ വീടുകളിൽ 8 ക്യാമറയും കുറച്ച് ലക്ഷൂറിയസ് ആയി ചെയ്ത വലിയ വീടുകൾ 16 ക്യാമറയുടെ സിസ്റ്റമാണ് കൊടുക്കാറ്. ഒരു ക്ലയന്റ് എന്നോട് ചോദിച്ചു, എനിക്ക് 8 ക്യാമറ വെച്ച് എല്ലാ
ലൊക്കേഷനും ഇഷ്ടപ്പെട്ടു, പക്ഷെ എനിക്ക് 9ാമത്തെ ഒരു ക്യാമറയും കൂടി വെക്കണം ഈ ഒരു ആംഗിളിൽ. അങ്ങനെ വരുമ്പോൾ പല ആളുകൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇഷ്യൂ. ചാനൽസ് സെലക്ട് ചെയ്യുമ്പോൾ 8, 16, 32 ഇങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കിപ്പോൾ 8 ക്യാമറയുടെ സിസ്റ്റം ചെയ്യുമ്പോൾ 8 ക്യാമറ, ഇപ്പോൾ 9 ക്യാമറ വേണമെങ്കിൽ നമുക്ക് 16 ചാനലുള്ള സിസ്റ്റം വാങ്ങേണ്ടി വരും. അപ്പോൾ എക്സ്പെൻസീവ് ആവും, ചെറിയ രീതിയിൽ എക്സ്പെൻസീവ് ആവും. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് മനസ്സ് വെക്കുക. അപ്പോൾ ഈ ഒരു മൾട്ടിപ്പിൾ, ഇപ്പോൾ ചെറിയൊരു കടകളിലാണെങ്കിൽ 4 ക്യാമറ മതി. ഒരു ചെറിയ ശരാശരി ഒരു ചെറിയ വീടാണെങ്കിൽ മിനിമം 8 ക്യാമറ വേണം. കാരണം നിങ്ങളുടെ വീടിൻ്റെ 4 കോർണറും അതേപോലെ ഗേറ്റും കാര്യങ്ങളൊക്കെ കവർ ചെയ്യേണ്ടി വരണമെങ്കിൽ 8 ക്യാമറയെങ്കിലും വേണം. അത് കൂടാതെ വലിയൊരു വീടുകളിൽ ഒരുപാട് കട്ടും കാര്യങ്ങളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ മിനിമം 16 ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് കവറപ്പ് ചെയ്യാൻ പറ്റും. ഒരു ക്യാമറ വാങ്ങുമ്പോൾ നിങ്ങൾ കാണുന്ന കോട്ടിൽ 3-4 കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്ന് ക്യാമറ, അതിൻ്റെ ടെക്നോളജി, പിന്നെ NVR DVR, പിന്നെ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് സ്റ്റോറേജ് യൂണിറ്റ്. അതായത് ഹാർഡ് ഡിസ്ക് എത്ര TB, 1 TB 2 TB, അതൊക്കെ നിങ്ങൾക്ക് എത്ര ദിവസത്തെ മെമ്മറി സ്റ്റോർ ചെയ്യണം എന്നനുസരിച്ച് 1 TB 2 TB ഒക്കെ വാങ്ങാം. പക്ഷെ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സർവൈലൻസ് ഹാർഡ് ഡിസ്ക് ആണോ അല്ല നോർമൽ ഡെസ്ക്ടോപ്പ് ഹാർഡ് ഡിസ്ക് ആണോ. ഇതിൻ്റെ തമ്മിലുള്ള കോസ്റ്റ് ചെറിയൊരു വ്യത്യാസമാണ്, പക്ഷേ ഇതിൻ്റെ ആക്ച്വൽ പർപ്പസ് വളരെ വ്യത്യാസമുണ്ട്. അതായത് നോർമൽ ഹാർഡ് ഡിസ്ക് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എങ്കിൽ ഒരു സർവൈലൻസ് ഹാർഡ് ഡിസ്ക് ഈ ഒരു CCTV പർപ്പസിന് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തതാണ്. അത് വളരെ കുറച്ചേ കറണ്ട് യൂസ് ചെയ്യുള്ളൂ. അതിൻ്റെ അകത്ത് കൂടുതലും ഡിസൈൻ ചെയ്തിരിക്കുന്നത് റൈറ്റ് ചെയ്യാനാണ്, ഡാറ്റ റൈറ്റ് ചെയ്ത് വെക്കാനാണ്. കാരണം നമ്മൾ എപ്പോഴും ഇത് റെക്കോർഡിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ബാക്കിലോട്ട് പോയി ഇതിൻ്റെ വീഡിയോ കാണുന്ന ഒരു പർപ്പസ് വളരെ അപൂർവമായിട്ടേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 90% ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് റൈറ്റ് ചെയ്യാൻ, ഡാറ്റ റൈറ്റ് ചെയ്യാനുമാണ്. അതേപോലെ തന്നെ 10% റീഡ് ചെയ്യാനാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ റിലയബിലിറ്റി 24 മണിക്കൂറും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇതിൻ്റെ റിലയബിലിറ്റി സർവൈലൻസ്ഡ് ഹാർഡ് ഡിസ്കിൻ്റെ വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ വളരെ ഇലക്ട്രിസിറ്റി കുറഞ്ഞ രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും ഡെസ്ക്ടോപ്പ് ഹാർഡ് ഡിസ്കിലേക്ക് പോകാൻ പാടില്ല. അതേപോലെ തന്നെ കോട്ട് കിട്ടുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് ഇത് സർവൈലൻസ് ഹാർഡ് ഡിസ്ക് തന്നെയല്ലേ, ഇപ്പോൾ വെറുതെ ഹാർഡ് ഡിസ്ക് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ എങ്കിൽ 1 TB എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നത് സർവൈലൻസ് ഹാർഡ് ഡിസ്ക് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഒരു ക്യാമറ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്തരം ടെക്നോളജികൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്യാമറ സെലക്ട് ചെയ്ത് ഫിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ CCTV വെക്കുന്നവർ അറിയേണ്ട ഒരു കാര്യമുണ്ട്. CCTV വെക്കുമ്പോൾ വളരെ ചെറിയൊരു കറണ്ട് മാത്രമല്ല എടുക്കുന്നത്, അതൊരു കൺസിഡറബിൾ എമൗണ്ട് ഓഫ് കറണ്ട് ഡ്രോ ചെയ്യുന്ന ഒരു സാധനമാണ്. ഫോർ എക്സാമ്പിൾ ഒരു ശരാശരി ക്യാമറ 5 വാട്ടും ഒരു DVRും എൻ്റെ ഹാർഡ് ഡിസ്ക് ഒക്കെ കൂടി ഒരു 20 വാട്ട് കറണ്ട് എടുക്കും. അതായത് 8 ക്യാമറയുടെ ഒരു സിസ്റ്റം, ഒരു DVR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 × 8 അതായത് 40 വാട്ടും ഒരു DVRും 20 വാട്ടിൻ്റെ അതായത് 60 വാട്ട് കണ്ടിന്യൂസ് ആയിട്ട് 24 മണിക്കൂറും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. അതായത് 60 വാട്ട് 24 മണിക്കൂർ ഓടുമ്പോൾ ശരാശരി 1.5 യൂണിറ്റ് കറണ്ട് ഈ ഒരു CCTV സിസ്റ്റം മാത്രം കൺസ്യൂം ചെയ്യും. അതായത് ഒരു മാസം 45 യൂണിറ്റ് കൺസ്യൂം ചെയ്യും. ഒരു 5 രൂപ ആവറേജ് വെച്ച് കണക്കാക്കിയാൽ 225 രൂപ കറണ്ട് ബില്ല് ഈ CCTV മാത്രം കൊണ്ട് തന്നെ കൂടും. അപ്പോൾ ഈ കാര്യം കൂടി നിങ്ങൾ മനസ്സിൽ വെക്കണം. CCTV ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് ഇൻസ്റ്റലേഷൻ കോസ്റ്റ് മാത്രമല്ല, അത് കൃത്യമായി നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ചാർജിനെയും ബാധിക്കുന്നതാണ്. അതേപോലെ തന്നെ 225 രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് അല്ല. നിങ്ങൾ വെക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ സെക്യൂരിറ്റി നിങ്ങൾക്ക് തരുന്നത് അതിനെക്കാട്ടും വാല്യൂബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ ഒരു കാര്യം ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എന്ന രീതിയിൽ ഞാൻ പറയുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ബാധ്യസ്ഥരാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് അറിയിക്കാൻ ഷെയർ ചെയ്യുക. നിങ്ങൾ ഒരു പുതിയ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രിക്കൽ കൺസൾട്ടൻസിയോ ഡിസൈനിങ്ങോ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടാൻ മടിക്കേണ്ട. ശിശിരം എഞ്ചിനീയറിംഗ് സർവീസ് നിങ്ങളുടെ പുതിയ വീടിന്റെയോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന്റെയോ അഥവാ ഫാക്ടറിയുടെയോ ഇലക്ട്രിക്കൽ ഡിസൈൻസും ലേഔട്ട് ഡ്രോയിങ്സും ചെയ്തു കൊടുക്കുന്നതാണ്. സിവിൽ ഡ്രോയിങ് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നമ്മളായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ്, അതിന് പ്രത്യേകിച്ചും അതിൻ്റെ ലേഔട്ട് ഡ്രോയിങ്സ്, ലൈറ്റും ഫാനും അങ്ങനെയുള്ള സോക്കറ്റ്സും ഏത് പൊസിഷനിൽ വേണം എന്നുള്ള കാര്യം, അതേപോലെ തന്നെ അതിൻ്റെ കോൺഡ്യൂട്ട് പൈപ്പിൻ്റെ ലേഔട്ടും സർക്യൂട്ട് വയർസിൻ്റെ ലേഔട്ടും DB ഡിസൈൻസും, അതേപോലെ തന്നെ DBയിലെ സ്വിച്ച് ഗിയർ ഐറ്റംസും പ്രൊട്ടക്ഷൻ ഡിവൈസസുകളുടെയും സ്പെസിഫിക്കേഷനും സൈസും കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കുക. അത് MCBയുടെ സൈസിങ്ങും യൂസ് ചെയ്യേണ്ട കേബിളിൻ്റെ സൈസിങ്ങും അതുപോലെ തന്നെ RCCB, SPD, ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള എല്ലാ പ്രൊട്ടക്ഷനും കാര്യങ്ങളും എന്തെങ്ങനെയാണ് എവിടേക്കാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻ ചെയ്ത് തരുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ CCTV ലേഔട്ട്സും ഫ്യൂച്ചറിൽ സോളാർ വാട്ടർ ഹീറ്റേഴ്സും സോളാർ പവർ പ്ലാന്റും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഫീസിബിലിറ്റി ഡ്രോയിങ്സും ഇതുകൂടാതെ തന്നെ പ്ലംബിങ്ങും മറ്റ് എസ്റ്റിമേഷൻ ഡിസൈൻസും ഒക്കെ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇലക്ട്രിസിറ്റിയെയും ഇലക്ട്രിക്കൽ എക്യുപ്മെന്റിനെയും ഇതിൽ മാറി വരുന്ന ടെക്നോളജിയെയും പറ്റി കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെൽ ബട്ടൺ ഓൾ എന്ന് പറഞ്ഞ് പ്രസ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.